ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്ലെയ്സ് പാസ്കൽ? ഒരുപക്ഷെ ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലായിരിക്കും. പാസ്കൽ എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും. കാരണം ഗണിതശാസ്ത്രത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ പാസ്കൽ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വായിച്ചൊരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ ബ്ലെയ്സ് പാസ്കലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു ബ്ലെയ്സ് പാസ്കൽ. ലോകപ്രശസ്തനായിരുന്നു അദ്ദേഹം. ഒരു ഫ്രഞ്ചുകാരനായിരുന്നു. ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു, തത്വചിന്തകനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ സുവിശേഷ സ്നേഹിയായിരുന്നു. അപ്പോൾ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനും തത്വചിന്തകനാണെങ്കിലും സുവിശേഷത്തെ സ്നേഹിക്കുക, അദ്ദേഹം തികഞ്ഞ ഒരു സുവിശേഷ സ്നേഹിയായിരുന്നു. 1623 ജൂൺ 19 ഫ്രാൻസിൽ അദ്ദേഹം ജനിച്ചത്. 16-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം കോണിക് ഘടകങ്ങളുടെ രഹസ്യം കണ്ടെത്തി. അതിനുശേഷം ഗണിതശാസ്ത്രത്തിൽ പാസ്കൽ തിയറി എന്നറിയപ്പെടുന്ന ലെമ്മ കണ്ടെത്തി. 1647 അദ്ദേഹം അന്തരീക്ഷമർദ്ദം, വായുവിൻ്റെ ഭാരം തുടങ്ങിയവയെ സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടത്തി അവ വിശദീകരിച്ചു. അദ്ദേഹം എന്തെല്ലാം കണ്ടുപിടിച്ചു എന്നറിയാമോ? ബാരോമീറ്റർ, വാക്വം പമ്പ്, എയർ കംപ്രസർ, സിറിഞ്ച്, ഹൈഡ്രോളിക് പ്രസ് തുടങ്ങിയ അനേകം കണ്ടുപിടുത്തങ്ങൾ ഈ പാസ്കലാണ് കണ്ടെത്തിയത്. അദ്ദേഹം തികഞ്ഞ ദൈവഭക്തനും ക്രിസ്തുഭക്തനും സുവിശേഷ പ്രേമിയുമായിരുന്നു. കർത്താവിന് സ്തോത്രം. 1656 ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു അഗ്നിയുടെ ദർശനം കൊടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 17 കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന വായിക്കുവാൻ ഭാഗ്യം കൊടുത്തു. പെട്ടെന്ന് മുറിയിലാകെ കർത്താവിൻ്റെ അഗ്നിമയമായ സാന്നിധ്യം തനിക്ക് അനുഭവപ്പെട്ടു. ആ ദർശനത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പാസ്കൽ തൻ്റെ ജീവിതം മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഉന്നതനായ ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ബ്ലെയ്സ് പാസ്കൽ ഒരു തികഞ്ഞ ക്രിസ്തുഭക്തനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം കർത്താവിന് കൊടുക്കുക അതൊരു ഭാഗ്യമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്താൽ ആ ജീവിതം ധന്യമാകും, ആ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ആ ജീവിതത്തെ ഉയർത്തും, വളർത്തും, തക്ക സമയത്ത് ഉയർത്തും. ഞാൻ പറയുന്നത് നമ്മുടെ സമയത്തല്ല, സ്വർഗത്തിൻ്റെ സമയത്ത്. അതിനുവേണ്ടി നാം വെയിറ്റ് ചെയ്യേണ്ടി വരും. പേഷ്യൻ്റ് വെയിറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ഗോഡ്സ് ടൈം. ദൈവത്തിൻ്റെ സമയത്തിന് ഒരു ക്ഷമയോടുകൂടിയ കാത്തിരിപ്പ് അത്യന്താപേക്ഷിതമാണ്. കർത്താവിന് സ്തോത്രം. ഞാനിത് പറഞ്ഞത്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ സ്വാധീനിക്കും, മനുഷ്യനെ ഉയർത്തും, മനുഷ്യനെ വളർത്തും, ബുദ്ധിക്ക് പോലും വികാസം കിട്ടും. പഠിക്കുന്ന കുട്ടികൾ ഈ തിരുവചനം വായിക്കുകയും തിരുവചനം അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കും, നല്ല കഴിവുണ്ടാകും. കർത്താവിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ 1-ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരാളാണ്. 1-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ മരിച്ചുപോയത്. അമ്മയ്ക്ക് 7-8 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചു. അങ്ങനെ ഒരു അനാഥയെ പോലെ വളർന്ന ഒരാളാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ പിതാവ് കൂലിവേലക്കാരനായിരുന്നു. ഞാനും എൻ്റെ സഹോദരങ്ങളും വളർന്നു വന്ന സമയത്ത് കഠിന ദാരിദ്ര്യം, ചോറ് പോലും ഉണ്ടായില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ദുർഗന്ധം വമിക്കുന്ന ആ ചോറ് പോലും ഉണ്ടായില്ല. കപ്പയും ചക്കയും ഒക്കെ മാത്രം തിന്നാണ് വളർന്നത്. അങ്ങനെയുള്ള പിള്ളേർക്ക് എന്തോരം ബുദ്ധി കാണും, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബോൺവിറ്റയോ ഇന്നത്തെ പോലുള്ളതായ ചൈൽഡ് ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടേയില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നതായ ഓരോ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ്, അതിൻ്റെ ടെക്നോളജി, എക്യുപ്മെൻറ്റ് എല്ലാം ലോകോത്തര നിലവാരമുള്ളതാണ്. ടെക്നോളജി ലോകത്തിലെ അനേക രാജ്യങ്ങൾ, ജർമ്മനിയിലും ഇറ്റലിയിലും സ്വീഡനിലും സ്വിറ്റ്സർലൻഡിലും ഹോങ്കോങ്ങിലും എന്ന് വേണ്ട
ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി ഡെൻ്റൽ ടെക്നോളജിയുടെ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ പഠിക്കുവാനും അത് ഈ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും എല്ലാം ഔദ്യോഗിക ജീവിതത്തിൽ കർത്താവ് ബുദ്ധിയെ പ്രകാശിപ്പിച്ചു തന്നു. അത് പോകട്ടെ, ഈ വചനത്തിൻ്റെ സത്യം കർത്താവ് വെളിപ്പെടുത്തുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വചനം വെറുതെ ഒരു കഥാപുസ്തകം പോലെ വായിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ വചനത്തിൽ ചില സമയങ്ങളിൽ ഓരോ ഒരു ചെറിയ വാക്ക് വായിക്കുമ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വലിയൊരു ആശയത്തിൻ്റെ ഒരു പെരുമഴ കർത്താവ് ഹൃദയത്തിൽ കൊണ്ട് നിറയ്ക്കുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒന്നുമില്ല. വളരെ ലളിതമായി എനിക്കെൻ്റെ യേശുവിൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ജീവിത സാഹചര്യം ഏതാണെങ്കിലും നാം യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുത്താൽ നമ്മുടെ സ്കില്ല് വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥന യോഗത്തിന് വരുന്ന ഒരു മോന് വേണ്ടി, അവനിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ ഒരു ചിന്ത തന്നു. അവൻ ബെസലേലിനെ പോലെയും ഒഹലിയാവിനെ പോലെയും അവന് ദൈവം കഴിവ് കൊടുക്കുമെന്ന്. കർത്താവിന് സ്തോത്രം. ഞാൻ ആ കൊച്ചനെ ആദ്യം കാണുമ്പോൾ അവൻ വളരെ ഒരു സാധാരണക്കാരനായ കുട്ടി. പ്രത്യേകിച്ച് അവനൊരു സ്കില്ലുണ്ടെന്നും എനിക്ക് തോന്നിയില്ല. ഒരു സാധാരണ കൊച്ചൻ. പക്ഷേ ഒരിക്കലും ഒരു പ്രാർത്ഥനയോ നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ഉള്ളിലൊരു ചിന്ത തന്ന് ഞാൻ അവനെ കൈക്ക് പിടിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന യോഗത്തിൻ്റെ മീഡിയ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുക, അങ്ങനെ ക്യാമറ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തുകൊണ്ട് ഇരുത്തി. അന്നവന് കേവലം അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും. 8ാം ക്ലാസ്സിൽ. പ്രിയപ്പെട്ടവർ, ഇന്ന് ആ കുട്ടി ഞങ്ങളുടെ പ്രാർത്ഥന യോഗത്തിൽ കീബോർഡ് വായിക്കും, അവൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യും, ക്യാമറ വർക്ക് ചെയ്യിക്കും, ഓൺലൈനിൽ നമ്മുടെ ഈ മെസ്സേജ് വിടാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്യാൻ അവന് ദൈവം കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞത് അവനെല്ലാം തികഞ്ഞു എന്നല്ല, അല്ലെ പഠിച്ച് പൂർത്തിയായി എന്നല്ല പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതം മാറി, ഗതി മാറി. അതാണ് ജീവനുള്ള ദൈവത്തോട് അല്പമെങ്കിലും എടുക്കുമ്പോൾ, തികഞ്ഞിട്ടല്ല, നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം 1000 സ്റ്റെപ്പ് വയ്ക്കും, അതിൽ കൂടുതലും വയ്ക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ പ്രിയരെ. ഇതെല്ലാം ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് അനുഭവങ്ങളാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന നിത്യമായ ചില സത്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും അതിൽ ആശ്രയിച്ചുകൊണ്ടും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അത് ഇന്നും മനുഷ്യജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന സ്വന്തം ജീവിത അനുഭവങ്ങൾ മറ്റേറ്റവും ചേർന്ന് നിൽക്കുന്ന ഏതാനും ദൈവമക്കളുടെ അനുഭവങ്ങൾ ചേർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ തിരുവചനം തരുന്നത്. കർത്താവിന് സ്തോത്രം. യേശു ജീവിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ പിതാവ് 12 ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനോരോഗിയായിരുന്നു. എന്നാൽ ഇന്ന് 4 തലമുറകൾ ഞങ്ങൾ സ്വർഗസമാധാനം അനുഭവിച്ചുകൊണ്ട് ശരിക്കും ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗീയ കുടുംബമാണ്. ഒരു സ്വർഗീയ സൗഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. തീർച്ചയായും ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് പുറത്തു പോയിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവിടെ തളം കെട്ടി നിൽക്കുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട്. ആ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു വലിയ തണുപ്പ്. എൻ്റെ വീടായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങളാരെങ്കിലും നിരാശപ്പെട്ട് കഴിയുന്നുണ്ടോ? ഭാരപ്പെട്ട് കഴിയുന്നുണ്ടോ? എൻ്റെ സ്ഥിതി മാറുകയില്ല, എൻ്റെ അവസ്ഥ മാറുകയില്ല. കുട്ടികളെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പഠിക്കാൻ മോശമായി, എനിക്ക് സാധിക്കുകയില്ല, മാത്തമാറ്റിക്സ് എനിക്ക് പഠിക്കാൻ പറ്റുകയില്ല, ഫിസിക്സ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഇംഗ്ലീഷ് ഒരു വലിയ തലയിൽ ചുമടായല്ലോ, ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? അല്ല, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും താഴെക്കിടെ, നിങ്ങൾക്ക് സ്കില്ലില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉയരാതെ, പ്രൊമോഷൻ ഒന്നും കിട്ടാതെ ഓരോ വർഷവും അനേകർ കൂടെ ജോലി ചെയ്തവർ പലരും പ്രൊമോഷൻ കിട്ടി ഉയർന്നു പോകുമ്പോൾ നിങ്ങൾ ആ പഴയ സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണോ? ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കുക. നിങ്ങളുടെ കഴിവ് കുറഞ്ഞ ജീവിതം യേശു ഏറ്റുവാങ്ങും. 19-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നും അഭിമാനിക്കാനുണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയരെ. ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഒത്തിരി കഴിവുകേടുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നെല്ലാം തികഞ്ഞു, കഴിവ് ഉണ്ടെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ ഒത്തിരി എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു, ഒരുപടി എന്നെ അനുഗ്രഹിച്ചു, ഒരുപടി കർത്താവ് കൂടെ നിന്ന് പലതും പഠിപ്പിച്ചു.
ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ നടത്തുന്ന ആ കമ്പനിയിൽ നിന്നും എത്രയോ പ്രാവശ്യം വിദേശ രാജ്യങ്ങളിൽ എന്നെ അയച്ചു. ജർമ്മനിയിൽ പലവട്ടം, ഇറ്റലിയിൽ പലവട്ടം, അങ്ങനെ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ, അമേരിക്കയിൽ അനേക പ്രാവശ്യം, എത്രയോ സ്ഥലങ്ങളിൽ പോയി. UK പോയി, ന്യൂസിലൻഡിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അങ്ങനെ ഞാൻ മറന്നുപോയി. ഒരുപാട് രാജ്യങ്ങളിൽ പോയി, ഒരുപാട് ടെക്നോളജികൾ പഠിക്കാനിടയായി. പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ വാഷ്റൂമിൽ കയറി കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു തരണം. എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയാം. കുഞ്ഞുങ്ങളെ, കുട്ടികളെ, യൗവനക്കാരെ, നിങ്ങൾക്ക് സ്കില്ലില്ലേ? സ്കില്ല് തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലേ? കഴിവ് തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോവുകയാണോ? നിങ്ങൾക്ക് നല്ല മാർക്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് കോളേജിൽ 2 ഡിവിഷനിൽ കൂടി 86 സ്റ്റുഡൻസ് ഉണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം അമ്മ നിർബന്ധിച്ച് കൂട്ടായ്മയിൽ വന്ന് തുടങ്ങി. വലിയ സമർപ്പണമൊന്നും എടുത്തില്ല, എങ്കിൽ പോലും യേശുവെ എന്ന് വിളിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 86 സ്റ്റുഡൻസ് ഉള്ള ആ ഗവൺമെൻറ് കോളേജിൽ 6 or 7 പേരാണ് പാസ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊരാൾ ഞാനായിരുന്നു. കർത്താവ് എനിക്ക് കൃപ തന്നു. എത്രയോ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. പലരും തോറ്റുപോയി. കർത്താവിന് സ്തോത്രം. ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ കൂടെ കളിക്കൂട്ടുകാരായി കൂടെ നടന്നവർ, യൗവനകാലത്ത് തോളോട് തോളൊരുമി നടന്ന അനേകർ, ഇന്ന് ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ അവർ പലരും ജോലികളൊന്നും താഴ്ന്നതല്ല, എങ്കിലും ശമ്പളം കുറച്ച് കിട്ടുന്നതായ ജോലികളെല്ലാം ചെയ്ത് അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ കൃപയാൽ എന്നെ ഉയർത്തിയ ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കാറുണ്ട്. എൻ്റെ കണ്ണുകൾ ഈർന്നണിയാറുണ്ട്. കർത്താവെ, ഒന്നും യോഗ്യതയല്ല, ഒന്നും യോഗ്യതയല്ല, ദാനമാണല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു. 19-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ വന്ന്, മോനെ, എന്നിട്ട് ജീവിതം എനിക്ക് തരാമെന്ന് ചോദിച്ചപ്പോൾ നോ എന്ന് പറയാൻ എനിക്ക് ഇട വന്നില്ല. അതെന്തൊരു ഭാഗ്യമായി പോയി. യെസ് ലോർഡ് എന്ന് പറയാൻ ഇടയായി. അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ യേശു എന്നെ നടത്തുന്നു. എല്ലാം തികഞ്ഞ ഉന്നത ശ്രേണികളിൽ എത്തിയിട്ടൊന്നുമല്ല, പക്ഷേ എനിക്കറിയാം എൻ്റെ വലങ്കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ ജീവനുള്ള ദൈവത്തെ അപ്പാ എന്ന് വിളിക്കും. എൻ്റെ സ്വർഗത്തിലെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് മറുപടി തരുന്നു ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പ്രിയരെ, ക്രിസ്തീയ ജീവിതം പഠനമല്ല, ക്രിസ്തീയ ജീവിതം ഒരു തത്വചിന്തയല്ല, അനുഭവങ്ങളാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലെന്ന ജീവനുള്ള ദൈവം, അതല്ലേ ഏറ്റവും അനുഭവം. അങ്ങനെ നിങ്ങൾക്കും അനുഭവം തരും. ഞാൻ ഒരു വിഷയം എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ആമുഖം പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളിൽ പലരെയും ഈ വാക്കുകൾ തൊടുമെന്ന് എനിക്കറിയാം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കൺട്രോൾ ചെയ്തെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്, ആത്മഹത്യ ചെയ്ത് കളയരുത്, നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്, നിങ്ങൾ നിരാശപ്പെട്ട് തലകുമ്പിട്ട് ഇരിക്കരുത്. നിങ്ങൾ തലയുയർത്തി നോക്കുക, യേശുവിലേക്ക് നോക്കുക, നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കുക. പരാജയപ്പെട്ട നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുത്തോ. യേശു നിങ്ങളെ പുതുക്കി പണിയും. യേശു നിങ്ങൾക്ക് പുതുജീവിതം തരും. യേശു നിങ്ങളുടെ കടം മാറ്റിത്തരും. യേശു നിങ്ങളുടെ രോഗം മാറ്റിത്തരും. യേശു നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരും. യേശു നിങ്ങളുടെ കുടുംബത്തിലെ ഭിന്നത മാറ്റിത്തരും. എല്ലാത്തിലുപരി യേശു നിങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശം തരും. നിങ്ങൾക്ക് രക്ഷ തരും, പാപമോചനം തരും. നിങ്ങളുടെയും പേര് ഇന്ന് പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും സ്കൂളിലും കോളേജിലും മാത്രം അതിൻ്റെ രജിസ്റ്ററിൽ അല്ലെ പള്ളികളിലും ആരാധനാലയങ്ങളിലും എഴുതി ചേർത്തിരിക്കുന്ന നിങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. മോനെ, നിന്നെ മാടി വിളിക്കുകയാണ്. മകളെ, നിന്നെയും വിളിക്കുകയാണ്. ഓടി വരൂ യേശുവിൻ്റെ അരികിലേക്ക്. ജീവിതം സമർപ്പിക്കൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.